സോ ഹേ ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് ഇന്നലെ അറിയാം നമ്മൾ ഇതൊക്കെ ഉണ്ടാക്കി. പിന്നെ നമ്മളൊരു റെയർ സാധനത്തിനെയും കണ്ടെത്തി. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിസോഴ്സ് കളക്ട് ചെയ്യണമായിരുന്നു. പക്ഷേ ഞാൻ അത് കളക്ട് ചെയ്തു. വുഡ് മാത്രമേ കളക്ട് ചെയ്തിട്ടുള്ളൂ. ഇനി സ്റ്റോൺ കളക്ട് ചെയ്യണം. അപ്പോൾ അതിന് മുമ്പ് നമ്മൾക്ക് ഇവിടെ ഒരു ടോർച്ച് എല്ലാം മാറ്റിയിട്ട് ഫ്ലോർ ഉണ്ടാക്കണം. അപ്പോൾ ദേ ഒരു സ്റ്റാക്ക് വുഡും ഇവിടെ ഒരു സ്റ്റാക്ക് ഇല്ല, ഇവിടെ 2. ഓക്കെ, കോബിൾ സ്റ്റോൺ 22. ഇനി നമുക്ക് കോബിൾ സ്റ്റോൺ വേണം. അപ്പോൾ കോബിൾ സ്റ്റോൺ മൈൻഡ് ചെയ്യാൻ പോവാ. നമ്മളിവിടെ പോകുന്ന ആലോചിക്കണം. ഞാൻ ഇവിടെ നേരെ കുഴിക്കാം. ഓക്കെ, സ്റ്റോൺ കിട്ടി. നമുക്ക് ഏകദേശം 2 സ്റ്റാക്കെങ്കിലും സ്റ്റോൺ വേണം നമുക്ക്. എനിക്ക് തോന്നുന്നു ഈ എപ്പിസോഡിൽ തന്നെ നമ്മൾ വീടുണ്ടാക്കി തീർക്കുമെന്ന്. അടുത്ത എപ്പിസോഡിൽ നമുക്കൊരു ഫാം ആയിരിക്കും ഉണ്ടാക്കാൻ പോണത്. പിന്നെ നമ്മൾ ഇതിൽ ബെഡ് വാർസും കളിക്കാൻ തുടങ്ങണമായിരിക്കും. ഈ വീടും ഫാമും ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ ബെഡ് വാർസ് കളിക്കും. ഒരു സ്റ്റാക്കായി. പിക്കാക്സ് പൊട്ടണ വരെ നമുക്ക് മൈൻ ചെയ്യാം. വുഡ് കളക്ട് ചെയ്യണമായിരുന്നു എൻ്റെ പൊന്നോ. എത്ര സമയം എടുത്തു എന്നറിയാമോ? അയനാക്സിൻ്റെ HP നോക്കിയത് നിങ്ങൾ. ഓക്കെ, ഒരു സ്റ്റാക്ക് 32 ആയി. നമുക്ക് വേണ്ട ഇവിടെ വെച്ചവേ. നമുക്ക് വീടുണ്ടാക്കേണ്ട എല്ലാ സാധനങ്ങളും റെഡി ആയിട്ടുണ്ട്. നമ്മൾ എങ്ങനത്തെ വീടുണ്ടാക്കുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. തോർത്തി കൊടുത്ത മാറ്റാം. നമുക്കൊരു ഞാൻ ആലോചിക്കുന്നത് ആ ഒരു സൈഡ് പടുതാലോ എന്നാണ്. കാരണം ഇതാണെങ്കിൽ പക്ഷേ ആ ഒരു സൈഡ് പണിതിട്ട് ഇത്രയെങ്കിലും വീട് വേണം. പിന്നെ ഇവിടെ ഫാം ആക്കാം നമുക്ക്. പിന്നെ ഇവിടെ എന്തെങ്കിലും ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ ആ സൈഡ് നമുക്ക് തന്നെ വീട് പണിയാം. അപ്പോൾ അതിനുള്ള പക്ഷെ അത് ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ എങ്ങനത്തെ വീടുണ്ടാകും. നമുക്ക് എന്തായാലും ഫ്ലോറ് പണിയാൻ തുടങ്ങാം. അയ്യോ, ശവലെടുത്തിട്ട് നമ്മൾ ഇവിടെ മൈൻ ചെയ്യാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലോർ ഉണ്ടാക്കുകയാണ്. എന്ന് വെച്ചാൽ അടിയിൽ നമ്മൾ വുഡ് വെക്കാൻ പോവുക. സോറി ഗൈസ്, ഒരാൾ വിളിച്ചത്. അപ്പോൾ അത് വേണ്ടി പോയതാ. നമുക്ക് ഈ ഡേർട്ട് ഭാഗം മൈൻ ചെയ്തെന്ന് പറയാം. നമ്മുടെ വീട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റോറേജ് റൂമും വേണം, കിടക്കാൻ ഫർണസ് എല്ലാം വെക്കാൻ വേണം. ശവല് പൊട്ടാറായി. നമുക്ക് ഇതെന്താ പറ്റിയത്? ഒരു മിനിറ്റേ. ലോഡിങ് ഉണ്ട്, സോറി. നമുക്ക് ശവല് പൊട്ടാറായി. അപ്പോൾ പറ്റണ അത്രയും പൊട്ടിച്ചിട്ട് അവിടെ വുഡ് വെക്കാം. ഒരു റൂമും ഒരു സ്റ്റോറേജ് റൂമും മാത്രം മതി നമുക്ക് തൽക്കാലത്തേക്ക്. അതെന്തായാലും നമ്മൾ വലുതാകണമായിരിക്കും.
ഇപ്പം പൊട്ടും. നോക്കിയിരുന്നു ഇത്രയും ഭാഗം വീട് മതിയോ? നോക്കി കണ്ടിട്ട് എനിക്ക് സ്വിമ്മിംഗ് പൂളിൻ്റെ കുഴി പോലെയാണ് തോന്നണത്. നമുക്ക് ഞാൻ ചെയ്യാം, ഈ ഭാഗം മൊത്തം പൊട്ടിക്കുക. പക്ഷെ അവരെ പൊട്ടി ഞാൻ പറഞ്ഞില്ല. ഇത്രയും ഭാഗത്തിൽ വീട് തയ്ക്കോ സ്ഥലം ഇത്രയെങ്കിലും എൻ്റെ തടിയെങ്കിലും വേണം. തടിയല്ലല്ലോ എനിക്ക് ഇത്രയും വേണ്ട, റിസോഴ്സസ് ഇല്ല നമുക്ക്. നമുക്കൊരു 2 നിലേൻ്റെ ആക്കാം. ഗൈസ് ഞാൻ നിങ്ങളെ റെക്കോർഡ് ചെയ്യാത്ത കോർഡിനേറ്റ്സ് ഓണാക്കി. കാരണം അപ്പോഴേ നമ്മുടെ വീട് എവിടെയാണെന്നൊക്കെ അറിയുള്ളൂ. അപ്പോൾ നമ്മുടെ വീടിൻ്റെ നിലംഭാഗം റെഡി ആയിട്ടില്ല, കുഴിച്ചിട്ടേ ഉള്ളൂ. ഇനി ഇവിടെ മൊത്തം വുഡ് വെച്ച് നിറയ്ക്കണം. ഈ ഒരു ഭാഗം കൂടി കുഴിച്ചെടുക്കാം. പറയാൻ ചെറിയ വീടാണ്, പക്ഷേ സ്റ്റാർട്ടർ ബേസ് അല്ലേ, അതുകൊണ്ടാണ്. രാത്രി ആകാറായിട്ടുണ്ട്. നമുക്കിവിടെ മൊത്തം കുഴിക്കണം. ഓക്കെ, അതിനുമ്പോൾ ഡെർട്ടെല്ലാം എടുത്തിട്ട് ഇതിൽ വെക്കാം. കോബിൾ സ്റ്റോൺ അവിടെ ഇരിക്കട്ടെ, ഇരിക്കട്ടെ. നമുക്ക് പിക്കാക്സ് എടുത്ത് കയ്യിൽ വെക്കാം. ഒരില്ല ഗൈസ്, ഇവിടെ ഒക്കെ സെറ്റാക്കി വെക്കാം. നമുക്ക് ഈ വുഡ് ഗൈസ്, നമ്മൾ ഈ ചാനലിൽ പിന്നെ ചാലഞ്ചസ് വീഡിയോയിലും ഇടുന്നതായിരിക്കും. ചാലഞ്ച് എങ്ങനത്തെ ചാലഞ്ച് അവിടെ നിങ്ങൾ കമൻറ്റിൽ ഇടണം. സോറി ഗൈസ്, എൻ്റെ ബിൽഡിംഗ് സ്കില്ല് അത്ര നല്ലതല്ല. ഈ രാത്രി നമുക്ക് വർക്ക് ചെയ്യാം. സോമിൽ എന്തായാലും അകത്തോട്ട് വരാൻ പോകുന്നില്ല, പേടിക്കണ്ട. അതുകൊണ്ട് ഇവർക്ക് സ്പൈഡർ ചെയ്യും. പക്ഷെ ഇവന്മാർ ഫെൻസ് വെച്ചാൽ ചാടി എനിക്ക് ഇഷ്ടമല്ലാത്ത ജീവിതം. എനിക്ക് ഉറങ്ങാം, ഡേഞ്ചറാവുണ്ട്. ഓക്കെ, നീയൊക്കെ കത്തിച്ചാവണടാ. നീക്കൊരു ചിക്കൻ്റെ ചത്തത് നീയൊക്കെ ഓർക്കണം. ചിക്കൻ്റെ അതും ശരിക്കും മുട്ട ഇടാൻ പറ്റില്ല, ഞാൻ മുട്ട എറിഞ്ഞ അവൻ ഇട്ടേനെ. ശരിയും കൂടെ വുഡ് വേണം. ഗൈസ്, എനിക്ക് വീട് ഭംഗിക്ക് ഉണ്ടാക്കാൻ അറിയില്ല, ഞാൻ പറ്റണത്രയാണ് ഉണ്ടാക്കുന്നത്. ടിപ്പ് വരികയാണെങ്കിൽ ഞാൻ ഉണ്ടാക്കാം. ഓക്കെ ഗൈസ്, നിലം ഭാഗം മൊത്തം അയ്യോ എന്നതിന് എൻ്റെ അടുത്ത് അടിക്കാൻ ഇവ കത്തി ചാമ്പയും ആകില്ല. ഓഫ്
എൻ്റെ പശുവിനെ അടിക്കുവാണോ നീ? എൻ്റെ പശുവിനാണ് അവൻ അടിച്ചത്. ഈ കയ്യോട് കുറയണം അവിടെ വരെ പോവാൻ. ഞാൻ ഇത് പൊട്ടിച്ചെടുക്കുക. എന്നാലും പാവം എൻ്റെ പശു ചത്തില്ല. എന്തെങ്കിലും പറ്റുവാടാ? നീ മട്ടൻ തിന്നുമോ? ബോ കിട്ടി. ഇതിപ്പോൾ തൽക്കാലം HP പോലില്ല. നമ്മൾ എന്ത് ചെയ്യാനത് വെച്ചിട്ട്. ഇനി നമുക്ക് കോബിൾ സ്റ്റോൺ വെച്ചിട്ട് വോള് പണിയണം. വോള് നമ്മൾ എത്ര ലെയറിൻ്റെ പണിയുന്ന ആലോചിക്കും. സോറി ഗൈസ്, വീട്ടിൽ ചില ആൾക്കാരുള്ളതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോസ്റ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് സ്റ്റോണിൻ്റെ വോൾ ഉണ്ടാക്കണം പറഞ്ഞാൽ. എത്ര ബ്ലോക്ക് മുകളിലോട്ട് വേണമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. 1 2 3 4. അയ്യോ 4 ബ്ലോക്ക് മുകളിലോട്ട് ആക്കിയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, മാറ ഈ ജീവൻ അങ്ങനെയൊന്നും പോകേണ്ടത്. നമുക്ക് ഇനിയും കോബിൾ സ്റ്റോൺ വേണം. എൻട്രി ഞാൻ ആലോചിക്കണത് ഇവിടെ തന്നെ പൊട്ടിക്കാണ്. കാരണം ഡോറൊക്കെ അവിടെ വെച്ചാലേ. അയ്യോ എൻ്റെ പശു പോയി. പോട്ടെ, ജീവിക്കട്ടെ പോയി അവൻ. അല്ല നമുക്ക് ഡോർ ഇവിടെ വെച്ചാലോ? കറക്റ്റ് ഇവിടെ. ഇവിടെ ഇങ്ങനെ പോയി വളർന്നത്. ഗ്ലാസ്സൊക്കെ വെക്കണതായിരിക്കും. നമുക്ക് അതിനുള്ള പ്രോസസ് ഇല്ല, അതുകൊണ്ടാണ്. ഡോർ ഇവിടെ വെക്കാം. അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ വീടായതുകൊണ്ടാട്ടെ ഇങ്ങനെ. ഇങ്ങനെ എനിക്കെന്നെ ചിരി വരുന്നു. ഓക്കെ, നമ്മളെ വോള് റെഡി ആയിട്ടുണ്ട്. ഒരു ഡിസൈന് വേണ്ടി ഇവിടെയും കൂടി ഇട്ട് കൊടുക്കുക. അതാ, ഈ കോഴിക്കൊന്നും അറിയില്ല. ആ കോഴി ഞാൻ തന്നെയാണ്, വേറെ കാര്യം. വൃത്തികേടുണ്ടോ? ഫുൾ സ്റ്റോണിൻ്റെ ആയതുകൊണ്ട്. ഗൈസ്, ഡോർ എവിടെയാണ് കൊടുക്കേണ്ടതെന്നാണ് എനിക്ക് ഒരു കാര്യം. ഓക്കെ ഗൈസ്, ഇതിവിടെ കറക്റ്റ് ഇവിടെ നമുക്ക് ഡോർ കൊടുക്കാം. മറ്റേ അടയ്ക്കാം. അവിടെ ഡോർ എടുത്ത് ബുക്ക് ചെയ്താണ്. ഈ നമ്മൾ മോൾ ഭാഗം മൊത്തം സ്റ്റോൺ വെച്ചാക്കുക. എന്നിട്ട് ഇതേ സ്റ്റോൺ അല്ല വുഡ്. ഇവിടെ നിന്നാണ് നമ്മൾ ഫുൾ വുഡ് കൊടുക്കണം. എന്നിട്ട് ഈ ഭാഗമില്ല ഇവിടെ വെക്കാം. ഇവിടെ ഒക്കെ നമ്മൾ ഗ്ലാസ് വെച്ച് കൊടുക്കും. ഇവിടെ നമ്മളിങ്ങനെ ഗ്ലാസ് വെക്കും. ഇവിടെയും പൊട്ടിക്കേണ്ടതാണ്, പക്ഷെ പൊട്ടിച്ച് വെക്കാം. ഇവിടെ നമ്മൾ ഗ്ലാസ് വെക്കണം. എന്നിട്ട്
എനിക്ക് തോന്നുന്നു ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും മതിന്. അത്യാവശ്യം ലോങ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ 15 മിനിറ്റ് ലോങ്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോയിൽ ഞങ്ങൾക്ക് ഫുഡ് എല്ലാം കൊണ്ട് സാൻഡ് ഞാൻ മൈൻഡ് ചെയ്തുകൊണ്ട് വരാം. കാരണം അത് ബോറിങ് പരിപാടിയാവും, കുറേ പോകണം ചെയ്യും. അപ്പോൾ പക്ഷെ നിങ്ങൾ ആ വ്യൂ ഈ സ്ഥലം എടുക്കാൻ വേണ്ടി, കാരണം ആ വ്യൂ ആണ് മലകളിൻ്റെ രസമാണ്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോ കാണാം. എടാ ഇങ്ങോട്ടാ ഇങ്ങോട്ട് നോക്ക്, നിനക്കല്ലേ ചാടുണ്ടോടാ. അപ്പോൾ ഓക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ.